ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ അടുക്കളയിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഈ ഒരു കറി നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൻ്റെ തൊലി നീക്കം ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേമാതിരിയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആകേണ്ട ആവശ്യമില്ല കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബൗളിന് 1/4 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് സാവകാശം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി കൂടി മൂപ്പിച്ചെടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളിയൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു പച്ചമാങ്ങ വെച്ചിട്ട്
ഇതേമാതിരിയുള്ള കറി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.